വെൽക്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 68/2025 ഇന്ന് നടന്ന ലാബ് അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് അസിസ്റ്റന്റ് എക്സാമിനേഷനകത്ത് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഭാഗത്ത് ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഓൾറെഡി മെന്റൽ എബിലിറ്റി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ 10 ചോദ്യങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടു നോക്കാം. സോ ഇതിൽ ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്ന്, 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമേഷൻ, അതായത് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് പറയുന്നത് ഫോം ചെയ്തത്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് അനുപാതികമായ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ്. ബൈ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ വഴിയായിട്ടാണ് സെലക്ട് ചെയ്യപ്പെട്ടത്. സോ അതായത് ദ മെമ്പേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഇലക്ടഡ് ഇൻ പ്രപ്പോർഷൻ ടു ദ പോപ്പുലേഷൻ, ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം വഴിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. ശരിക്കും പറഞ്ഞ പ്രപ്പോർഷൻ ടു പോപ്പുലേഷൻ ആയിരുന്നു, പക്ഷെ അതിനകത്ത് 5 lakhs റേഷ്യോ എന്ന് പറയുന്നത് എക്സാക്ട്ലി 5 lakhs ആണെന്ന് പറയുന്നില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണങ്ങളും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കാം. ഒന്നാമത്തെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും ഭരണം നടത്തുന്നതിനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം, റൈറ്റ് ഓഫ് ദ മൈനോറിറ്റി ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് വെൽ ആസ് മാനേജ് ഇറ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 30 വരുന്നതാണ്. സോ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഡി, 1D. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ സി, അതായത് റൈറ്റ് ടു മാനേജ് ദ റിലീജിയസ് അഫേഴ്സ്. 2 എന്ന് പറയുന്നത് സി. സ്ഥാനപ്പേര് നിർത്തലാക്കൽ, അബോളിഷൻ ഓഫ് ടൈറ്റിൽ, ആർട്ടിക്കിൾ 18, അതായത് 3 എന്ന് പറയുന്നത് എ. അറസ്റ്റിലും തടങ്കലിനും എതിരായുള്ള സംരക്ഷണം, ദ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ദി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്ന് പറയുന്നുണ്ട്. അന്ന് വരുന്നത് 22, അതായത് 4 എന്ന് പറയുന്നത് ബി, അതായത് 1D 2C 1D 2C 3A 4B. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസിന്റെ പേര് എന്താണ്? 52ാമത്തെ ചീഫ് ജസ്റ്റിസിന്റെ പേര് BR ഗവായ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ഇവ. 1978 വരെ സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശമായിരുന്നു. ശരിയാണ്. 1978 വരെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. ഭരണഘടനയുടെ 30A വകുപ്പ് പ്രകാരം നിലവിൽ സ്വത്തിനുള്ള അവകാശം ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. ഭരണഘടനയുടെ 30A അനുസരിച്ചിട്ടല്ല, ഭരണഘടനയുടെ 300A അനുസരിച്ചിട്ടാണ്. ഭരണഘടനയുടെ 300A അനുസരിച്ചിട്ടാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ടിരിക്കുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നീക്കം ചെയ്തത്. തെറ്റാണ്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നീക്കം ചെയ്ത 1978 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് മൊറാർജി ദേശായി ആണ്. സോ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 1 മാത്രമാണ്. സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ്. അടുത്ത്, താഴെ പറയുന്ന ഇനങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ: വിദ്യാഭ്യാസം അല്ല, വനം അല്ല, പോലീസ് അല്ല, പക്ഷേ ഇൻഷുറൻസ് അതെ. അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് IRDA വരുന്നത് എവിടെയാണ് വരുന്നത്? സെൻട്രൽ ഗവൺമെന്റിന് കീഴിലാണ്. സോ യൂണിയൻ ലിസ്റ്റിന് കീഴിൽ വരുന്ന ഏക മാറ്ററാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ്, ഡിഫൻസ്, ഇന്റർനാഷണൽ റിലേഷൻഷിപ്സ് എല്ലാം യൂണിയൻ ലിസ്റ്റിൽ വരുന്ന മാറ്ററാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയിരിക്കുന്ന ചില പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കാം. 42ാമത്തെ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. സോ 42 എന്ന് പറയുന്ന ബി. അതിനകത്താണ് പ്രിയാമ്പിളിനകത്ത് അമെന്റ്മെന്റ് നടത്തി സെക്യുലർ എന്ന് പറയുന്ന വാക്ക്, സെക്യുലറിലെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്കുകളൊക്കെ ആഡ് ചെയ്യപ്പെട്ടത്. സോ 42 എന്ന് പറയുന്നത് ബി, 42B, അതായത് 1 എന്ന് പറയുന്നത് ബി. 61ാമത് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് വോട്ടിംഗ് അഡൽട്ട് ഫ്രാഞ്ചൈസിയുടെ പ്രായം എന്ന് പറയുന്നത് 21 നിന്ന് 18 കുറയ്ക്കുന്നു. സോ 2 എന്ന് പറയുന്നത് ഡി. 74ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 73 എന്ന് പറയുന്നത് പഞ്ചായത്താണ്. 74 എന്ന് പറയുന്നത് നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളുമായി സംബന്ധിച്ച്. സോ 3 എന്ന് പറയുന്നത് എ. 91ാമത്തെ അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ്, അതായത് മിനിസ്റ്റേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇത്ര ശതമാനം, അതായത് ടോട്ടൽ ആ സഭയുടെ അംഗങ്ങളുടെ
എണ്ണത്തിന് ഇത്ര ശതമാനത്തിൽ കൂടുതലാവാൻ പാടില്ല എന്ന് പറയുന്ന നിയമം വന്നത് 91st കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ആണ്. 4 എന്ന് പറയുന്നത് സി. 1B 2D 1B 2D 3A 4C ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെ മുനിസിപ്പാലിറ്റികളെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? കേരള ഡീലിമിറ്റേഷൻ കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത് എ ഷാജഹാൻ IAS ആണ്. അദ്ദേഹം അതിനു മുമ്പെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു. സോ ഓപ്ഷൻ ഡി. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്, പബ്ലിക് സർവീസ് കമ്മീഷനെ ചെയർമാനെ തീരുമാനിക്കുന്നത് ഗവർണറാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ ഈ ചോദ്യപേപ്പറിനകത്ത് ചോദിച്ച ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.